10ാം നമ്പർക്കാരന് ഇനിയൊരു മടങ്ങിവരവില്ലെന്ന് വിധിയെഴുതിയവർക്കുള്ള മറുപടിയാണിത്. പരിക്കിന്റെ ശാപവും പരിഹാസങ്ങളും അതിജീവിച്ച് സാംബ ഫുട്ബോളിന്റെ അവസാനത്തെ നൃത്തമാടാൻ സുൽത്താനിത വീണ്ടും വരികയാണ്. 18 മാസത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നെയ്മർ മടങ്ങിയെത്തുമ്പോൾ ബ്രസീലിന്റെ തെരുവുകൾ മുതൽ ഇങ്ങ് കേരളം വരെ ഒരേ ആവേശത്തിലാണ്. വിനീഷ്യസും റഫീനായും അടങ്ങുന്ന അതിവേഗ നിരയുണ്ടെങ്കിലും കാനറി പടയുടെ ഈ വേട്ടയ്ക്ക് നേതൃത്വം നൽകാൻ സാക്ഷാൽ നെയ്മർ തന്നെ വേണം. കാരണം ഫുട്ബോളിന്റെ ചരിത്രം അളക്കുന്നത് കിരീടങ്ങളുടെ ലോഹത്തിളക്കം കൊണ്ട് മാത്രമല്ല, ഇയാളെ പോലുള്ള സുൽത്താൻമാർ കോടിക്കണക്കിന് മനസ്സുകളിൽ തീർത്ത പ്രണയം കൊണ്ടുകൂടിയാണ്. ആഞ്ചലോട്ടി ആ പേരുച്ചരിച്ചപ്പോൾ ലോകം ഒരുപോലെ അയാളാൽ നിറഞ്ഞത് വെറുതെയല്ല. ചിറകറ്റു എന്ന് കരുതിയ കാനറി കിളി ഇതാ ഫിനിക്സ് പക്ഷിയെ പോലെ കനൽ കൂനകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. മൈതാനത്ത് കവിത എഴുതുന്ന ആ 10ാം നമ്പർക്കാരൻ മുന്നിൽ നടക്കുമ്പോൾ മഞ്ഞപ്പടയ്ക്ക് ലക്ഷ്യം ഒന്നേയുള്ളൂ: 6ാം സ്വർണ്ണകപ്പിലൂടെ തങ്ങളുടെ നഷ്ട സാമ്രാജ്യം വീണ്ടെടുക്കുക. ഇതുവരെ വെറും കൈയോടെയാണ് മടക്കമെങ്കിലും മോഹങ്ങളുടെ തിര അടങ്ങുന്നില്ല. ഈ തിരിച്ചുവരവ് ഒരു നിയോഗമാണ്. ഈ മണ്ണിൽ കാലൂന്നി അയാൾ ഒരിക്കൽ കൂടി ഉദിച്ചുയരും. രാജസിംഹാസനത്തിൽ വീണ്ടും കാനറുകളുടെ ചിറകടികൾ മുഴങ്ങും. സാംബ താളങ്ങളുടെ അകമ്പടിയിൽ സുൽത്താൻ ഒരിക്കൽ കൂടി നൃത്തം വെക്കും. കായിക ലോകം വീണ്ടും ആ പേര് നെഞ്ചിലേറ്റും. സാക്ഷാൽ നെയ്മർ ജൂനിയർ.